അൾത്താരയിൽ ഈ ബലിപീഠത്തിൻ മുൻപിലണിചേരാം. മഹാപുരോഹിതനേശു ഇവിടെ യാഗമൊരുക്കുന്നു. അൾത്താരയിൽ ഈ ബലിപീഠത്തിൻ മുൻപിലണിചേരാം. മഹാപുരോഹിതനേശു ഇവിടെ യാഗമൊരുക്കുന്നു. അണയാം ജനമേ ഒരു മനമോടെ ചേരാം ബലിയിൽ നിറമനമോടെ ബലിയാകാനൊരു ബലിയേകാൻ നവമൊരു പീഠം പണിയാം നാം. അണയാം ജനമേ ഒരു മനമോടെ ചേരാം ബലിയിൽ നിറമനമോടെ ബലിയാകാനൊരു ബലിയേകാൻ നവമൊരു പീഠം പണിയാം നാം. അഭിഷേകത്തിൻ നിറവില്ലിവിടെ ചേരാം പ്രിയജനമേ. കറയില്ലാത്തൊരു ഹൃദയം കൊണ്ട് പണിയാം ബലിപീഠം. അഭിഷേകത്തിൻ നിറവില്ലിവിടെ ചേരാം പ്രിയജനമേ. കറയില്ലാത്തൊരു ഹൃദയം കൊണ്ട് പണിയാം ബലിപീഠം. വന്യപുരോഹിതനൊപ്പം ചേരാം ഈ ബലിപൂജയിൽ. അണയാം ജനമേ ഒരു മനമോടെ ചേരാം ബലിയിൽ നിറമനമോടെ ബലിയാകാനൊരു ബലിയേകാൻ നവമൊരു പീഠം പണിയാം നാം. അണയാം ജനമേ ഒരു മനമോടെ ചേരാം ബലിയിൽ നിറമനമോടെ ബലിയാകാനൊരു ബലിയേകാൻ നവമൊരു പീഠം പണിയാം നാം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഈ മഹാത്മാനഗർ പള്ളിയിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിലും ആ സന്തോഷം നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും 9 ദിവസം നൊവേന കൂടിക്കൊണ്ട് ആത്മീയ ആഘോഷം നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടാടിക്കൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ പങ്കുകൊണ്ടത്. പ്രത്യേകമായി ഹൃദയങ്ങൾ കാണുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആത്മീയ സന്തോഷത്തെ കണ്ടുകൊണ്ട് ആ ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വിശുദ്ധ കൊച്ചു ത്രേസ്യയിലൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മോടൊപ്പം ഒത്തിരി വൈദികരുണ്ടായിരുന്നു, നമ്മോടൊപ്പം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, നമ്മോടൊപ്പം നാസിക്കിലെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഭവനങ്ങളിലിരുന്നു കൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ശരീരം കൊണ്ട് പല സ്ഥലത്താണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളെല്ലാം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ആ ആത്മാവിനെ പേറിക്കൊണ്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെല്ലാം ആത്മീയമായി പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ തോമസ് അച്ഛനെ ഓർക്കാം, ജോൺ അച്ഛനെ ഓർക്കാം, കുര്യാക്കോസ് അച്ഛനെ ഓർക്കാം, കൂടെ എല്ലാ അച്ഛന്മാരെയും ഓർക്കാം, SH സിസ്റ്റേഴ്സിനെ ഓർക്കാം, നമ്മുടെ കൂടെയുള്ള മറ്റ് സിസ്റ്റേഴ്സ്, കിൽബിലെ സിസ്റ്റേഴ്സ്, കൃപാപ്രസാദ്, പ്രേംദാൻ, ബദനി സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരെയും ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം തന്നെയായ നാസിക് സിറ്റി പള്ളി, നാസിക് റോഡ് പള്ളി, ദേവലാളി പള്ളി, സാത്പൂർ, പവൻ നഗർ, ഓജർ,
അതുപോലെ തന്നെ മിഷൻ സ്റ്റേഷനിലെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ ദൈവത്തെ ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യായോടുകൂടെ നമ്മൾ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് നമ്മുടെ ഈ ഫൊറോണയിലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, വളരെ വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹാത്മാനഗർ ഇടവകയിലെ ഓരോ കുടുംബത്തിലും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് കുർബാനയോട് ചേർന്ന് ലതീഞ്ഞാണ് ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയോട് കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഭക്തിപൂർവം അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പൂ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിനതുപോലുലകിൽ മനുഷ്യത്വം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അഖില കീർത്തനത്തിനു അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർസ്ലിം പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നുരങ്ങിലി ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം പാട്ടിടാം മഹേശനെ, കിന്നരങ്ങൾ വീതിയ നാമഗീതി പാടിടാം. അഭയമാർന്നിടുന്നിടാം ഭയമിയെന്ന മാനവർ, ശാന്തി തേടിടുന്നിടാം തന്നിലെന്നുമാകുല. ആദരെന്ന പോലവേ സുധനുമാത്മനം സദാ, സ്തുതിയനാദികാലം നിത്യമെന്നും എപ്പോഴും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ
നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിനെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്മരീതരായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനതുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. First reading, a reading from the book of Deuteronomy, chapter 9, 13 to 24. Bless me, O Lord. May God bless you. Furthermore, the Lord said to me, I have seen that this people is indeed a stubborn people. Let me alone, that I may destroy them and blot out the name from under heaven, and I will make of you a nation mightier and more numerous than they. So I turned and went down from the mountain. While the mountain was ablaze, the 2 tablets of the covenant were in my 2 hands. Then I saw that you had indeed sinned against the Lord your God by casting for yourselves an image of a calf. You had been quick to turn from the way that the Lord has commanded you. So I took hold of the 2 tablets and flung them from my 2 hands, smashing them before your eyes. Then I lay prostrate before the Lord as before 40 days and 40 nights. I neither ate bread nor drank water because of all the sin you had committed.
provoking the Lord by doing what was evil in his sight. For I was afraid that the anger that the Lord bore against you was so fierce that he would destroy you. But the Lord listened to me that time also. The Lord was so angry with Aaron that he was ready to destroy him. But I interceded also on behalf of Aaron at that same time. Then I took the sinful thing you had made, the calf, and burned it with fire and crushed it, grinding it thoroughly until it was reduced to dust. And I threw the dust of it into the stream that runs down the mountain. At Taberah, also at Massah, and at Kibroth, you provoked the Lord to wrath. And when the Lord sent you from Kadashibar, saying, Go up and occupy the land that I have given you, you rebelled against the commandment of the Lord your God, neither trusting him nor obeying him. You have been rebellious against the Lord as long as he has known you. This is the word of the Lord. Praise be to Lord our God. Second reading from the prophecy of Isaiah, chapter 26, verses 1 to 11. Let's move on. May God bless you. On that day, this song will be sung in the land of Judah. We have a strong city. He sets up victory like walls and bulwarks. Open the gates so that the righteous nation that keeps faith may enter in. Those of steadfast mind keep in peace because they trust in you. Trust in the Lord forever, for in the Lord God you have an everlasting rock. For he has brought low the inhabitants of the height, the lofty city he lays low. He lays it low to the ground, casts it to the dust. Foot tramples it, the feet of the poor, the steps of the needy. The way of the righteous is level. O just one, you make smooth the path of the righteous. In the path of your judgments, O Lord, we wait for you. Your name and your renown are our soul's desire. My soul yearns for you. In the night, my spirit within the earnest seeks you. For when your judgments are in the earth, the inhabitants of the world learn righteousness. If favor is shown to the wicked, they do not learn righteousness. In the land of the uprightness, they deal perversely and do not see the majesty of the Lord. O Lord, your hand is lifted up, but they do not see it. Let them see your zeal from your people and be ashamed. Let the fire of your adversaries consume them. The word of the Lord. Praise be to Lord our God. வாழ்த்தி பாடும்
വിശുദ്ധ കൊച്ചു ത്രേസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിൻ സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമറിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ് ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഗുരുവാചനം. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അഭിഷേകത്തിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ മുഴുവനും ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തുകൊള്ളും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാമിപ്പോ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് കഠിനമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ വന്ന് അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ വന്ന് അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പക്ഷേ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ തിരുനാളുടെ മംഗളങ്ങൾ നിങ്ങളെ ഏവർക്കും വളരെ സന്തോഷപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഒരു അമ്മയെക്കുറിച്ചും ഒരു അമ്മയും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. വിശ്വാസത്തെ ചൊല്ലി ഈശോ ആ അമ്മയെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടവകയിൽ സന്ദർശനത്തിനായിട്ട് വീട് വെഞ്ചരിപ്പും കാര്യങ്ങളായിട്ട് പോയപ്പോൾ ആദ്യ ദിവസങ്ങളിൽ, ഇടവകയിൽ വന്നതിന് ആദ്യ ദിവസങ്ങളിൽ ഒരു ചേട്ടൻ തൻ്റെ ഓർമ്മയിൽ നിന്ന് ഒത്തിരി സന്തോഷത്തോടെ പങ്കുവെച്ചൊരു കാര്യമുണ്ടായിരുന്നു. വീട്ടിൽ ചെറുപ്പമായിരുന്നപ്പോൾ, ആ ചേട്ടൻ ചെറുപ്പമായിരുന്നപ്പോൾ കുറച്ച് ദാരിദ്ര്യമുണ്ടായിരുന്നു, പ്രശ്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ അടുപ്പ് കായുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ എവിടെന്നെങ്കിലൊക്കെ ഒരു ഭക്ഷണം, കുറച്ച് അരി സംഘടിപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കും. അടുപ്പത്ത് വെച്ചിട്ട് അത് പാകമായി കഴിയുമ്പോൾ മക്കളെല്ലാവരും വിളിച്ചിട്ട് ഇവരൊക്കെ വാരി കൊടുക്കും. വാരി കൊടുക്കുന്നത് മക്കളിങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഉരുള ആദ്യത്തെ ആൾക്ക്, രണ്ടാമത്തെ ഉരുള രണ്ടാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ഉരുള മൂന്നാമത്തെ ആൾക്ക്. അപ്പം കഞ്ഞിയാണ്, കഞ്ഞിയുടെ ഉള്ളിൽ കൈയിട്ട് വാരിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അവസാനത്തെ ഉരുള അമ്മയ്ക്ക്, ഒരു റൗണ്ട് അടിക്കുമ്പോൾ അവസാനത്തെ ഉരുള അമ്മയ്ക്ക്. അപ്പോൾ തിരിച്ചിട്ട് പിടിക്കുമ്പോൾ, കലക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ കുറച്ച് അരിമണി മാത്രം എടുത്തിട്ട് വയലിക്കിടും. ബാക്കി വീണ്ടും മക്കളുടെ വയറ് നിറയ്ക്കാനായിട്ടുള്ള ഒരു തത്രപ്പാട് അതിനകത്ത്. മൂത്ത മകൻ അത് ശ്രദ്ധിച്ചു, കണ്ടു, മനസ്സിലായി. അമ്മ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളെ എഴുന്നേറ്റ് പോയി. അമ്മ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് തീർന്നിട്ട് പോകാൻ പാടുള്ളൂ. മൂത്ത മകന് സഹിക്കാഞ്ഞിട്ടാണ് അതങ്ങനെ ചെയ്തത്. പക്ഷെ എന്നാൽ പോലും അവിടെ ഇരുന്നു. അമ്മ അങ്ങനെ വിശന്നിരിക്കുന്നത് മൂത്ത മകൻ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ കണ്ടിരുന്നു. പിന്നീട് നല്ല കാലം വന്നു. അത് നല്ല രീതിയിൽ ഇന്ന് വളരെ സന്തോഷത്തോടെ അത് ഓർക്കുകയാണ്. അമ്മ അങ്ങനെ പഠിപ്പിച്ച കാരണം മറ്റുള്ളവരുടെ വയറ് നിറയേണ്ടത് വലിയൊരു മാതൃക. അമ്മയുടെ സ്നേഹത്തെയാണ് അവിടെ വീണ്ടും എടുത്ത് പറയുന്നതാണ്. ഓരോ അമ്മമാരുടെ പ്രത്യേകത, അമ്മമാര് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു വ്യക്തിത്വമാണ് കുടുംബത്തിൽ. എപ്പോഴും ആദ്യമായിരിക്കും എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ഭർത്താവ്, കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ. ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് ഒരു അമ്മയെ, അങ്ങനത്തെ പോലെ അമ്മയെ തന്നെയാണ്. മകൾക്ക് എന്താണ് പ്രശ്നം? ആ മകൾക്ക് ഉള്ള പ്രശ്നം വേറൊന്നുമല്ല, ഒരു ബാധ കൂടിയിരിക്കുകയാണ്. ടോർമെന്റഡ് ബൈ എ ഡീമൻ. പിശാച് ബാധിച്ചിരിക്കുകയാണ്. വിശന്നിരിക്കുമ്പോൾ ഇത്രയും സങ്കടം കാണുന്ന ഒരമ്മയ്ക്ക്, സങ്കടം അനുഭവപ്പെടുന്ന ഒരമ്മയ്ക്ക് ദിനരാത്രങ്ങളോളം പിശാച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ സങ്കടം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ ഇത്രയും
അനുഭവിക്കുന്നു, ഇത്രയും വേദന തിന്നുന്നു എന്നുള്ളൊരു സങ്കടം. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ ഒരു സ്ത്രീയായിട്ട് ജനിക്കുക, സ്ത്രീയായിട്ട് ജനിച്ചതിന് ശേഷം പിന്നെ യഹൂദയല്ല, നേരെ മറിച്ച് ഒരു വിജാതീയ സ്ത്രീയാണ്. ടയർ പ്രദേശത്ത്, ഗലീലയിൽ നിന്ന് പുറത്ത് യഹൂദ അല്ലാത്ത ഒരു അവസ്ഥയിൽ ടയർ പ്രദേശത്താണ് ജീവിക്കുന്നത് യഹൂദ സ്ത്രീ, വിജാതീയ സ്ത്രീ. ഈ വിജാതീയ സ്ത്രീക്ക് വീണ്ടും സമൂഹത്തിൽ വരണമെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദ മിറക്കൽ വർക്കറിന്റെ അടുത്ത് പോയിട്ടാണ് ഇത് ചോദിക്കേണ്ടത്, ഒരു ഉപകാരം ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കും? ഇനി ആരാണ് ഈ യഹൂദ മിറക്കൽ വർക്കർ? അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ദാവീദിന്റെ പുത്ര. ആരാണ് ദാവീദ്? രാജാവ്. രാജാവിന്റെ ആ സന്തതി ആയിരിക്കും തിരിച്ചു വന്നിട്ട് റോമാക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ യാതനകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക. സന്തതികളിൽ ഒന്ന് രാജാതി രാജൻ, ദ കിങ് ഓഫ് കിങ്സ്, ഡേവിഡിന്റെ സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പറയുന്നത് ദ കിങ് ഓഫ് കിങ്സ്, ദ ഓൾ പവർഫുൾ വൺ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ചേച്ചിയുടെ തടസ്സങ്ങൾ തീർന്നിട്ടില്ല, ഒരുപാട് തടസ്സങ്ങൾ ഇനിയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മകൾക്ക് വേണ്ടി. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രാജാതിരാജൻ, ഓൾ പവർഫുൾ വൺ, എന്താണ് ആദ്യം കൊടുക്കുന്ന ഉത്തരം? സൈലൻസ്. ഒരു ഉത്തരമില്ല. നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകളിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. ചില ശരിക്കും വിഷമിപ്പിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ, എന്നെ കരകയറ്റണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ഉത്തരം എന്താണ്? നിശബ്ദത. വീണ്ടും കരഞ്ഞ് വിശ്വാസം വിടുന്നില്ല അവിടെ. ഷീസ് നോട്ട് ഗെറ്റിംഗ് ഡിസപ്പോയിന്റഡ്, ഷീസ് നോട്ട് ഗെറ്റിംഗ് ഡിസ്ട്രെസ്ഡ്. ഷീ ഈസ് ഡിപ്രസ്ഡ് ബട്ട് ഷീ ഈസ് നോട്ട് ഡിസ്ട്രെസ്ഡ്. വിട്ടു പോകുന്നില്ല. എന്നാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടു പോകുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ബൈബിൾ അടച്ചു വെച്ച് മതി, എനിക്ക് എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് മറ്റൊരു കാര്യങ്ങൾ നോക്കണം. ജോലിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നേരം ഞാൻ ഇതിനു വേണ്ടി തലപുകച്ചത് ജോലിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4 കാശ് ഉണ്ടാക്കാമായിരുന്നു. എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ലത് വല്ലതും പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അവിടുന്ന് ബൈബിൾ അടച്ചു വെച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തി നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പള്ളിയിൽ വരുന്നത് അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തയായിരിക്കും പിന്നീട്. ഈ സ്ത്രീ അത് വിട്ടില്ല, തിരിച്ച് വീണ്ടും നടക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ടാമത് വരുന്നത് ഈശോ അവളോട് സംസാരിക്കുന്നത് പോലുമില്ല. നേരെ മറിച്ച് അപ്പോസ്തലന്മാരോട് തിരിഞ്ഞിട്ടാണ് പറയുന്നത്, ഞാൻ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹീസ് നോട്ട് ഈവൻ ഹീഡിങ്. ആ സ്ത്രീയോടല്ല ഉത്തരം പറയുന്നത്. ഞാൻ പ്രാർത്ഥന ചോദിച്ചു, മറ്റുള്ളവരോടാ സംസാരിക്കുന്നത്, പറയുന്നത് ആ സ്ത്രീ. അതാരും ആവട്ടെ, ഞാൻ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് ആരോടാ പറയുന്നത്? അപ്പോസ്തലന്മാരോടാ. ഹീസ് നോട്ട് സ്പീക്കിംഗ് ടു മദർ. എന്റെ കൂടെയുള്ള എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടി, ഞാൻ പക്ഷെ ചോദിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്റെ കൂടെ പ്രാർത്ഥിച്ചവരെല്ലാവർക്കും അനുഗ്രഹം കിട്ടി, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. എന്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടി, എന്റെ കൂടെ പഠിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടി, പക്ഷെ എനിക്ക് തരുന്നില്ല. അപ്പൊ വീണ്ടും പറയുകയാണ്, എന്നെ സഹായിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വിട്ടിട്ടില്ല, ഈശോയെ വിടാൻ തയ്യാറല്ല, വീണ്ടും പിടിച്ചു നിൽക്കുകയാണ്. നമ്മൾ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ വിട്ടുപോകുന്ന വ്യക്തികൾ ഇവിടെ രണ്ടാമത്തെ അവസ്ഥയിലും സ്ത്രീ അത് പിടിച്ചു കാണിക്കുകയാണ്. ഇനി 3-ാം തലം, ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഈശോ പറയുന്ന വളരെ കഠിനമായിട്ടുള്ള വാക്കുകൾ, നായ്ക്കുട്ടികൾക്കല്ല മക്കളുടെ ഭക്ഷണം എടുത്ത് കൊടുക്കേണ്ടത്. നമ്മളൊക്കെ ആണെങ്കിലോ തകർന്ന് തരിപ്പണമാകും, പിന്നെ അവിടുന്ന് എഴുന്നേക്കില്ല. വേണ്ട ഇങ്ങനത്തെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും അല്ലേ? ഇവിടെ ആ സ്ത്രീ കാണിക്കുന്നതാണ്, ആ സ്ത്രീ വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് ഒരു ആൻസർ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഞാൻ വിടാൻ തയ്യാറല്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കുകയാണ്. അതേ യജമാനനെ, അതേ കർത്താവെ, എന്നാലും ആ നായ്ക്കുട്ടികൾക്ക് മേശയിൽ നിന്ന് വേണ്ടി ചെറിയ അപ്പക്കഷ്ണങ്ങൾ കഴിക്കാമല്ലോ, അതെങ്കിലും മതി.
വാട്ട് ഈസ് ഷീ ഡിക്ലെയറിംഗ്? ഷീ ഈസ് ഡിക്ലെയറിംഗ് ആ അപ്പകഷ്ണങ്ങൾക്ക് പോലും എൻ്റെ ജീവിതം ധന്യമാക്കാൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ഷീ ഈസ് ഡിക്ലെയറിംഗ് ദ ഓൾ പവർഫുൾ ഗോഡ്, ഓൾ പവർഫുൾ ഗോഡ്. ആ അപ്പകഷ്ണങ്ങൾ കിട്ടിയാൽ മതി, ചെറിയ കഷ്ണം കിട്ടിയാൽ മതി, എനിക്ക് അനുഗ്രഹങ്ങൾ നിറയും, എൻ്റെ ജീവിതം ധന്യമാകും, എൻ്റെ മകള് സുഖപ്പെടും, പിശാച് ഓടിപ്പോകും, എനിക്ക് അപ്പകഷ്ണം കിട്ടിയാൽ മതി. മടിയ ആ സ്ത്രീ തൊട്ടടുത്ത് ആൾക്കാർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ എല്ലാം നോക്കുന്നത് ഞാനും എൻ്റെ ദൈവവും എന്ന് മാത്രം. ആ ബന്ധം പ്യുവർ. അങ്ങനെ തന്നെ ഐ ആൻഡ് മൈ ജീസസ്. എൻ്റെ അയൽവക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, മക്കൾക്ക് കിട്ടിയ അപകർഷണത്തെ കുറിച്ചല്ല കമ്പയർ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് താഴെ വീണ ചെറിയ അപകർഷണം കിട്ടിയാൽ മതി. എനിക്ക് കിട്ടിയത് I and my Jesus, I am satisfied with that small crumb of bread. I and my Jesus only. എനിക്ക് മറ്റുള്ളവരായിട്ട് എനിക്ക് കമ്പയർ ചെയ്യണ്ട. പ്യോറിറ്റി ഓഫ് ഫെയ്ത്ത്. മിശിഹായ സ്നേഹമുള്ളവരെ, 24 വയസ്സ് അല്ലെങ്കിൽ എത്രത്തോളം ചെറു ജീവിതം ജീവിച്ച ഓരോ നിമിഷവും മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ടില്ല വിശുദ്ധ കൊച്ചു ത്രേസ്യ. തൻ്റെ ജീവിതം മറ്റുള്ളവരായിട്ട് നന്നായിട്ട് തട്ടിച്ചു നോക്കാമായിരുന്നു. എല്ലാവരും ഓടി നടക്കുകയും നന്നായിട്ട് കളിക്കുകയും നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ എനിക്ക് ഇത്ര മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. എനിക്ക് എന്തോരം സഹനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം ഇല്ലാത്ത, ശാരീരിക ആരോഗ്യമില്ലാത്ത എന്തോരം നിമിഷങ്ങളാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നില്ല, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. നേരെ മറിച്ച് എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ ഈശോയുടെ കൂടെ അത് മാത്രമാണ്. ദ പ്യോറിറ്റി ഓഫ് റിലേഷൻഷിപ്പ്, നോട്ട് കമ്പയറിംഗ് വിത്ത് എനിവൺ എൽസ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ തീരുമാനിച്ചത് നോട്ട് ടു അഡൾട്ടർ ഹർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം അത് എന്നും പ്യോർ ആയിരിക്കും. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഐ ആം നോട്ട് റെഡി ടു അഡൾട്ടറേറ്റ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആ ക്രംബ് കിട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ചെറിയ മേശയിൽ നിന്ന് വീണ ചെറിയ അപ്പകഷ്ണം കിട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീയുടെ ജീവിതം ധന്യമായി. എന്താണ് മിറക്കിൾ? മകളുടെ ജീവിതത്തിൽ നിന്ന് പിശാച് വിട്ടുപോയി. Just think, a small crumb of faith, what we can have, can do very big miracles. How much big miracles? Just think. ഒരു അപ്പകഷ്ണത്തിന് ഒരു പിശാചിനെ ഓടിപ്പിക്കാൻ തക്ക ശക്തി ഉണ്ടോ? എൻ്റെ ഫെയ്ത്താണത്, നമ്മുടെ ഫെയ്ത്താണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ അൺഅഡൾട്ടേർഡ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് നമുക്ക് പുലർത്താൻ പരിശ്രമിക്കാം. അൺഅഡൾട്ടേർഡ് റിലേഷൻഷിപ്പ്. മറ്റുള്ളവരായിട്ട് നാം കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈശോയുടെയും എൻ്റെ ബന്ധവും അഡൾട്ടേർഡ് ആവാണ്. ഈശോ അവനെത്രയും കൊടുത്തല്ലോ, ഇവനെത്രയും കൊടുത്തല്ലോ, അവൾക്കത്രയും കൊടുത്തല്ലോ, ഇവൾക്കത്രയും കൊടുത്തല്ലോ. എനിക്ക് സമ്പത്ത് തന്നില്ലല്ലോ, എനിക്ക് കാശ് തന്നില്ലല്ലോ, എനിക്ക് ജോലി തന്നില്ലല്ലോ, എനിക്ക് സൗകര്യങ്ങൾ തന്നില്ലല്ലോ, എനിക്ക് ആരോഗ്യം തന്നില്ലല്ലോ. പരാതികൾ കൂടാതെ കിട്ടിയതിനെ കുറിച്ച് സന്തോഷം കാണിച്ചതാണ് ആ സാധാരണ കന്യാസ്ത്രീ വിശുദ്ധയായിട്ട് മാറിയത്. എനിക്ക് സാധനങ്ങളാ തന്നെ, താങ്ക് യു ജീസസ്. എനിക്ക് ബുദ്ധിമുട്ടുകളാ തന്നെ, താങ്ക് യു ജീസസ്. ഐ ആൻഡ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഇസ് പ്യുവർ, വാട്ട് എവർ മേ കം. അത് സഹനങ്ങളാകാം, അത് ബുദ്ധിമുട്ടുകളാകാം, തിരസ്കാരങ്ങളാകാം, മാറ്റി നിർത്തലാകാം. I and my relationship with Jesus is pure, unadulterated. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് വിശുദ്ധ കുർബാന കാണുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, ഈശോയെ അധരത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കാത്ത അപ്പകഷ്ണങ്ങൾ, ഈശോയുടെ അനുഗ്രഹങ്ങൾ, ഏറ്റവും അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായ വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കുവാറുണ്ടായിരുന്ന എൻ്റെ നാവുകൾ ഇന്ന് വെമ്പൽ കൊള്ളുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈശോയെ സ്വീകരിക്കണമെന്ന്. വീട്ടിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് അത് പ്യൂറാക്കുവാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ മക്കളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ മാതാപിതാക്കളോട് കൂടെയുള്ള റിലേഷൻഷിപ്പ്,
എൻ്റെ സഹോദരങ്ങളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ്, അയൽവക്കക്കാരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ്, ജോലി സ്ഥലത്ത്, പഠന സ്ഥലത്ത്, പഠനരംഗത്ത്, വീട്ടിലെ ഓരോ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പ്യുവറാക്കി നിലനിർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എല്ലാം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമുക്കും പഠിക്കാം വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ അൺഅഡൾട്ടേർഡ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് പുലർത്തുവാനായിട്ട്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങൾ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ പാദപിഞ്ചെന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാശ്രയെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥയും പരിപാലകയുമായ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ അങ്ങയുടെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രമിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഓർമ്മാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥയായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാവുകയും അങ്ങ് അനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം ആടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. മധുപൂലാത്മജനം ദിവ്യരൂപായ്ക്കും സ്തുതിയും ദൈവാംബികയെയും മായോസേപ്പിനെയും സാധരമൂർത്തിടാ പാവനമീന്ദനിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുധനുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിലെ
രക്ഷിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഇവരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനാം ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയൻ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നീ കന്യകാത്മജൻ. പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലുത്ഥിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാനു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്ന്നു മഹിതകാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയിലന്നു വിധിയുവാൻ സകലരും ശ്രവിക്കും
സുധനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനി വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സദാ ശ്രൈക പ്രഭാവമാണു സാർവശരീരം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മധ്യമുക്തിയാമുയർക്കും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാഥനാം ഏകദൈവമേ വിശ്വസിപ്പു മധ്യനാം ഞങ്ങളെന്നയും. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീയന്മാരും മെത്രാന്മാരുമായ നടുപിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന നഗരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നവരും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരേകതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താൻ നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും പൂവാറും സഹവാസവുമീ നമ്മോടൊപ്പം ആകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർക്കൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തന കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ഈശ്വരനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ
ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. അപ്രകാരം തന്നെ കാശ്രയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപദക്ഷിണും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതമർദ്ദിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവരുടെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈരമനത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസർ
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാഥനാം ഞങ്ങളർപ്പിക്കുന്നു സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുദാനത്തിനുള്ള വാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രശാപിച്ചുകൊണ്ടും സൗര തെറ്റുകൾ ശമിച്ചുകൊണ്ടും നമുക്ക് സകലനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നദാനം കാലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരയുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കഥാവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും വളർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പകരാൻ പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായ അങ്ങയുടെ അനുസ്മരണ ദിനം മഹനീയമാകുന്നു. അങ്ങേക്കായി ഒരുക്കപ്പെടുന്ന മഹത്വത്തിന്റെ സിംഹാസനം മരണത്തിലൂടെ അങ്ങ് നേടി. അങ്ങേ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ അങ്ങേ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രൂബന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് നമുക്കും ഹല്ലേലൂയ പാടി അവനെ സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവ് വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരക്തം കടങ്ങൾ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിധനായിരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗതാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് മകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ഒപ്പം കളിക്കുവാൻ, കൂടെ പഠിക്കുവാൻ, വീണ്ടും വളരുവാൻ കൊതിയാ. ഇന്ന് സ്നേഹിക്കുവാൻ ഞാൻ മറന്നുവോ, ക്ഷമിക്കുവാൻ മടി കാട്ടിയോ, എന്നോ നിന്നിൽ നിന്നു ഞാനകന്നു യേശുവേ. എന്നോ നിന്നിൽ നിന്നു ഞാനകന്നു യേശുവേ. സർവശക്ത നല്ല ദൈവമേ, സ്നേഹിക്കുവാൻ കൃപയേകണേ. നിന്നിൽ അലിഞ്ഞിടുവാൻ എന്നെ മാറോടെന്നും ചേർത്തുമെല്ലെ കഴുകിയിടണേ. എന്നെ മാറോടെന്നും ചേർത്തുമെല്ലെ കഴുകിയിടണേ. കഥയില്ലാതെ ജീവിതം വീണ്ടും നിരാശയിൽ താഴവേ. കഥയില്ലാതെ ജീവിതം വീണ്ടും നിരാശയിൽ താഴവേ. തിരുകരങ്ങൾ നീട്ടി എന്നെ നിന്നോട് ചേർക്കുകില്ലേ. തിരുകരങ്ങൾ നീട്ടി എന്നെ നിന്നോട് ചേർക്കുകില്ലേ. യേശുവേ. സർവശക്ത നല്ല ദൈവമേ, സ്നേഹിക്കുവാൻ കൃപയേകണേ. നിന്നിൽ അലിഞ്ഞിടുവാൻ എന്നെ മാറോടെന്നും ചേർത്തുമെല്ലെ കഴുകിയിടണേ. എന്നെ മാറോടെന്നും ചേർത്തുമെല്ലെ കഴുകിയിടണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുതരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അനന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിനെയും നാഥായ എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എന്റെ ശരീരം
ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. മാതൃകം നൽകും നേവർക്കും മഹിമകൾ നിറയും മധ്യസ്ഥ നന്മകൾ വർഷിച്ചനുദിനവും നിങ്ങൾക്കാശ്രയമേകട്ടെ. ഏക ശരീരം പോലെന്നും നേവരുമിവിടെ വസിക്കട്ടെ. നിങ്ങളിലെല്ലാം ഒരുപോലെ നിത്യവും ഐക്യം പുലരട്ടെ. മാമോദീസ വഴി നിങ്ങൾ സ്നേഹവിശുദ്ധിയിൽ നീങ്ങിടുവിൻ. കർത്താവൊഴിയിലേവർക്കും ദിവ്യാനുഗ്രഹം അരുളട്ടെ. സ്നേഹമോട് നീ തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ നിങ്ങളിൽ ദൈവം നിങ്ങളിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിൽ സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ ലതീഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ വണങ്ങിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന, സ്തുതിക്കുന്ന പ്രാർത്ഥനകളാണ് ലതീഞ്ഞ് പ്രാർത്ഥന. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത മാതൃക നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ ലതീഞ്ഞ പ്രാർത്ഥനയിൽ അതേ വിശുദ്ധി, കളങ്കരഹിത, അൺഅഡൾട്ടേർഡ് റിലേഷൻഷിപ്പ് ഈശോയോട് പുലർത്തുവാൻ ആ വിശുദ്ധയുടെ മാതൃക സ്വീകരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഈ തിരുനാൾ ദിവസം നമ്മൾ വിശുദ്ധയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് നമ്മൾ തേടുകയാണ്. ഈശോ നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവർ, നമ്മുടെ കുടുംബത്തിലെ ദമ്പതികൾ, യുവജനങ്ങൾ, മക്കൾ, അവരെല്ലാവരെയും സമർപ്പിക്കാം. മുതിർന്നവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദമ്പതികൾക്ക് നല്ല കുടുംബ ബന്ധം വളർത്തിയെടുക്കുവാനും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ നേരിടുവാനും പരസ്പര വിശ്വാസത്തോടുകൂടെ, സഹകരണത്തോടുകൂടെ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണത്തോടുകൂടെ മുന്നേറുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കുടുംബജീവിതം നയിക്കുവാനും ആ ജീവിതം മാതൃകാപൂർവമായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു കാരിസം ലഭിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജോലി, പഠന രംഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, പഠനത്തിനായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നവർ, ജോലി സംബന്ധമായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നവർ, പോകാൻ ഒരുങ്ങുന്നവർ, അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേക മാധ്യസ്ഥം തേടാം. അവർക്ക് വേണ്ടി ജീവിതം ആരംഭിക്കുന്നു. ആ ജീവിതം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള രീതിയിൽ, കളങ്കരഹിതമായിട്ടുള്ള രീതിയിൽ ജീവിച്ചു ഒരുങ്ങുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞ് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പഠനരംഗം, അതുപോലെ തന്നെ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അതെല്ലാം തന്നെ വളരെ വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിനോടനുബന്ധിച്ചിട്ടുള്ള പഠന രീതിയിലുള്ള വ്യത്യാസങ്ങൾ മൂലം സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു. അത് നല്ല രീതിയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉപയോഗിക്കുവാനും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുത്ത് നന്നായിട്ട് വളർന്നു വരുവാനുള്ള കൃപാവരത്തിനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let us pray for giving the wisdom of the divine, not only the knowledge but also the wisdom, the core of all things, the wisdom. കുഞ്ഞുമക്കൾ ജനിച്ചിട്ടുള്ള നമ്മുടെ ഇടവകയിൽ ഒരുപാട് പേര് പുതിയ ജന്മങ്ങളുണ്ട്. ആ ജനിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക്, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേക സംരക്ഷണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ചെയ്യുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ലൂയി മാർട്ടിൻ തൻ പ്രിയപുത്രി സെലിഗോറിയുടെ കൺമണിയെ, നവരത്നങ്ങളിൽ ശ്രേഷ്ഠയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലിസ്യുവിലെ ചെറുസൂനമേ, കർമ്മല സഭ തൻ പ്രിയപുത്രി, തിരുസഭ തന്നുടെ മണിമുത്തേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സഹിച്ചവളെ, സഹനത്തിലെരിഞ്ഞവളെ, കുരിശിൻ പാദപുടർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ത്യാഗത്തിൻ വേദികയിൽ അർപ്പിതയായൊരു പൊൻസുമമേ, ക്ഷമയുടെ ദർപ്പണമായവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗവുമതിയുടെ പീഡകളും മിഷനറിമാരുടെ നന്മയ്ക്കായി നൽകിയ പ്രേഷിതരാണിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പൈതലിനെ പോലായിടുവാൻ മാതൃക കാട്ടിയ പുണ്യവതി, നിർമ്മല മാനസരായി തീരാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാരിദ്ര്യത്തിൻ മാതൃകയെ അനുസരണത്തിൻ
ശുദ്ധതയേവം കാത്തവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. പ്രാർത്ഥനയാകും മലരുകളാ പ്രേഷിതയായി തീർന്നവളെ സ്നേഹത്തിൻ പൊൻദീപമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. അനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻ കരുവാക്കി നാഥനുമോദമണച്ചിടുവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വേദനയാൽ വൻ ക്ലേശത്താ നിൻ സുതരൂഴിയിൽ വലയുമ്പോൾ പാപികൾ ഞങ്ങൾക്കാശ്രയമാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. അന്ത്യദിനത്തിൽ നിൻ സുതരാ ഞങ്ങൾ നിന്നുടെ സവിധത്തിൽ വന്ദനയാനായി കനിവോടെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പാപം പൊറുക്കേണമേ നാഥാ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാവരങ്ങളാലും വിശുദ്ധ കൊച്ചുത്രേശിയായി അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നീതിമാനായ മറിയോസേബിനെയും പരിശുദ്ധ കന്യകാമറിയത്തിനെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ ദേവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ലോകത്തിൻ വഴികളിൽ ഉഴലാതെ, പാപത്തിൻ പാതകൾ പുണരാതെ, ദൈവത്തിൻ പരിമള പൂവണിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുകയാണ്. ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ഈ 10 ദിവസത്തിൻ്റെ തിരുനാൾ ഓൺലൈനിൽ ആചരിക്കുവാനായിട്ട് തീരുമാനിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ട്രസ്റ്റിമാർ 2 പേരും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പാട്ട് പാടുകയും അതുപോലെ തന്നെ കുർബാനയ്ക്ക് കൂടിയ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം നേരുകയാണ്, അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നേരുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും വീട്ടിലിരുന്ന് കൂടാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണ്. പ്രാർത്ഥന ആശംസകളും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി ഫീസ്റ്റ് ടു യു ഓൾ ഓഫ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചെറുപുഷ്പമേ, കർമ്മലരാമത്തിൻ സൂനമേ, കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കുമമ്മേ. യേശുവിലെ ചെറുപുഷ്പമേ, കർമ്മലരാമത്തിൻ സൂനമേ, കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കുമമ്മേ. അമ്മേ നെഞ്ചാരെ വരുന്നു ഞങ്ങൾ, കാരുണ്യമോടിന്നു നോക്കിടണേ. ദൈവകൃപാവരദാനങ്ങളാ ഞങ്ങൾ നിറഞ്ഞിടാൻ പ്രാർത്ഥിക്കണേ.
സവിധേ ജീവിത ഭാരത്താൽ നീറും ഞങ്ങൾ ആശ്രയം തേടുന്നു നിൻ സവിധേ. പാവനമാ മനസത്തിൽ ഏവർക്കും ആലംബം നൽകണമേ. പാവനമാം മനസ്സത്തിൽ ഏവർക്കും ആലംബം നൽകണമേ. അമ്മേ നിൻ ചാരെ വരുന്നു ഞങ്ങൾ